ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുവാനായിട്ടുള്ള ബലവും ശക്തിയും ദൈവം നൽകിയതോർത്ത് ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ചില ക്ലാസ്സുകളായിട്ട് നമ്മൾ വളരെ ലളിതമായത് ചിന്തകൾ ദൈവവചനത്തിൽ നിന്ന് കേൾക്കുവാനായിട്ട് പങ്കിടുവാനായിട്ട് ദൈവം നമ്മെ ഇടയാക്കിയല്ലോ. ആ വിഷയത്തെ തുടർന്ന് ഇന്ന് ആ സീരീസിൻ്റെ അവസാന ക്ലാസ് എന്നുള്ള രീതിയിലാണ് ഇന്ന് നമ്മൾ കൂടി വന്നിരിക്കുന്നത്. വളരെ ഉപരി തലത്തിൽ നിന്നുകൊണ്ടുള്ള ചിന്തകൾ മാത്രമാണ് നമ്മൾ ചിന്തിച്ചതെന്ന് നമുക്കറിയാം. ഈ ചിന്തിച്ച ഓരോ കാര്യങ്ങളും, പറഞ്ഞ ഓരോ വാക്കുകളും വാക്യങ്ങളും കേട്ട ഓരോരുത്തരെക്കാൾ ഉപരിയായിട്ട് അതെനിക്ക് ആപ്ലിക്കബിൾ ആണ് എന്നുള്ളത് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പാകെ ഓർപ്പിക്കുന്നു. വിശുദ്ധ ജീവിതം എന്നുള്ളത് ഓരോ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴും ഭയം കൂടിക്കൂടി വരുന്ന ഒരു വിഷയമാണത്. കാരണം അത്രത്തോളം ദൈവം പ്രാധാന്യം നൽകുന്നതും ഗൗരവമേറിയ ഒരു വിഷയമായിട്ടതായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു നിർത്തിയത് ആ വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് വേണ്ട നമ്മുടെ അഭ്യാസം ഏത് രീതിയിലാകണം, അതിൻ്റെ റിസോഴ്സ് എന്ന് പറയുന്നത്, അതിൽ കിട്ടുന്ന ബലം എവിടെ നിന്നാണ്, അഭ്യാസത്തിന് വേണ്ടുന്ന ബലം ദൈവവചനത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് തന്നെ ഇന്നത്തെ ചിന്തയും പങ്കിടണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1 തീമോഥെയോസ് 4-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ആദ്യം ആധാരമായിട്ട് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 1 Timothy chapter 4 verse 6 to 8. 1 തീമോഥെയോസ് 4-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിൻ്റെയും സതുപദേശത്തിൻ്റെയും വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തുയേശുവിന് നല്ല ശുശ്രൂഷകൻ ആകും. ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. ശരീരാഭ്യാസം അല്പ പ്രയോജനമുള്ളതത്രേ, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാഗ്ദത്തമുള്ളതാകയാൽ സകലത്തിനും പ്രയോജനകരം ആകുന്നു. അപ്പോസ്തലനായ പൗലോസ് യൗവനക്കാരനായിട്ടുള്ള തീമോഥെയോസിനോട് പറയുന്ന വാക്കുകളാണ് നമ്മൾ കേട്ടത്. യുവാക്കന്മാരെ സംബന്ധിച്ച് ശരീരാഭ്യാസത്തിനൊക്കെ നമ്മൾ അധികം, അല്ലെങ്കിൽ അതിന് പ്രാധാന്യം നൽകുന്ന ഒരു പ്രായത്തിലാണ് അവർ കടന്നു പോകുന്നത്. ആ പ്രായത്തിൽ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ചിന്തകൾ വരാനായിട്ടുള്ള സാഹചര്യമുള്ള തീമോഥെയോസ് എന്ന യൗവനക്കാരന്റെ അടുത്ത് അവന് മനസ്സിലാകുന്ന ഭാഷയിൽ അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ പ്രയോജനം എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കുവാനായിട്ട് പൗലോസ് അവിടെ ശ്രമിച്ചു വരികയാണ്. ഭക്തനായ തീമോഥെയോസിനോട് പറയുകയാണ്, ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യണം എന്ന് പറഞ്ഞാൽ ദൈവഭക്തിയാണ് നമ്മുടെ ലക്ഷ്യം. ദൈവഭക്തി നമ്മിൽ വളരുവാൻ, അല്ലെങ്കിൽ അതിനെ വർദ്ധിപ്പിക്കുവാൻ, അതിൽ നിന്നുള്ള ഊർജം, അതിൽ നിന്നേക്ക് നമ്മളെ ലക്ഷ്യമായിരിക്കാൻ തക്ക പാകത്തിൽ നമ്മുടെ അഭ്യാസം പാകപ്പെടുത്തണം. അതിനായിട്ട് നമ്മുടെ അഭ്യാസം ഉണ്ടാകണം. ദൈവഭക്തി ആയിരിക്കണം നമ്മുടെ അഭ്യാസത്തിന്റെ ലക്ഷ്യം. നമ്മുടെ വേദപുസ്തക പഠനത്തിന്റെ ലക്ഷ്യം ദൈവത്തോടുള്ള എൻ്റെ ഭയവും ഭക്തിയും, അല്ലെങ്കിൽ ബഹുമാനവും, റെവറൻസ്, അത് വർദ്ധിക്കണം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് നീ അഭ്യാസം ചെയ്യണം. ഏത് രീതിയിൽ അഭ്യാസം ചെയ്യണം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി.
നമ്മൾ യുവാക്കന്മാരുടെ ക്യാമ്പിലൊക്കെ പറയാറുണ്ട്, നിങ്ങൾ ബൈബിൾ വേദപുസ്തകം വായിക്കണം, മെഡിറ്റേറ്റ് ചെയ്യണം, അതിന് കൃത്യസമയം കണ്ടെത്തണം, അതൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ നമ്മൾ വിശ്വാസികളായ നമ്മൾ ദൈവവചനത്തിന് കൊടുക്കുന്ന പ്രാധാന്യം കേവലം മീറ്റിങ്ങുകളിൽ ഒതുങ്ങി നിൽക്കുവാനായിട്ടുള്ളതല്ല, മറിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഡേ ടു ഡേ ലൈഫിൽ ഈ ദൈവവചനം നമ്മൾ വായിക്കുന്നവരും പഠിക്കുന്നവരും ധ്യാനിക്കുന്നവരുമാകണം. ദൈവവചനം ഇല്ലാതെ ഒരു വിശ്വാസിക്ക് വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് സാധിക്കത്തില്ല. അതിനാൽ മാത്രമേ അഭ്യാസം ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ദൈവവചനത്തിന് ഈ ഒരു ദിവസത്തെ ജീവിതത്തിൽ 24 മണിക്കൂർ ദൈവം തന്നിരിക്കുമ്പോൾ ദൈവവചനത്തിനും ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ സമയം എത്രത്തോളം നമ്മൾ വേർതിരിക്കുവാനായിട്ട് ശ്രമിക്കാറുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളോട് അല്ലെങ്കിൽ അടുത്ത തലമുറയിലുള്ളവരോട് പറയാറുണ്ട്, നിങ്ങൾ ദൈവവചനം വായിക്കണം, ധ്യാനിക്കണം, അത് നിങ്ങൾ നോട്ടിൽ കുറിച്ചു വയ്ക്കണം, അതിന് കൃത്യമായൊരു സ്ഥലത്തിരുന്ന് നിങ്ങൾ ചെയ്യണം, അതിനെ ഒരു അച്ചടക്കം, ഒരു ഡിസിപ്ലിൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രിയമുള്ളവരെ, വിശ്വാസികളായിട്ടുള്ള ഏത് പ്രായത്തിലുള്ളവരായിക്കോട്ടെ, രക്ഷിക്കപ്പെട്ട് എത്ര വർഷം കഴിഞ്ഞവരോ എത്ര കുറവ് വർഷമായിട്ടുള്ളവരായിക്കോട്ടെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ഒരു അച്ചടക്കം നമ്മൾ കൊണ്ടുവരണം. എല്ലാ ദിവസവും ദൈവവചനം ധ്യാനിക്കുവാനായിട്ടുള്ള സമയം നമ്മുടെ മുമ്പാകെ ഉണ്ടാകണം. ദൈവവചനം ധ്യാനിച്ച് ദൈവം നമ്മോട് സംസാരിക്കുന്നത് എഴുതി വയ്ക്കുവാനായിട്ടുള്ള ആ ഒരു ഉത്സാഹം, ക്രമീകരണം നമ്മുടെ ജീവിതങ്ങളിൽ കൊണ്ടുവരണം. അല്ലാതെ വിശുദ്ധ ജീവിതം ഒന്നും നടക്കത്തില്ല. എന്തിനാ എഴുതി വെക്കുന്നതെന്ന് ചോദിച്ചാൽ, എഴുതുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ കുറച്ചുകൂടെ പതിയും, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത് കുറച്ചുകൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാ പറയുന്നത്, ഒരു ദിവസം ഏത് സമയമായിക്കോട്ടെ, അത് രാവിലെ ആയിക്കോട്ടെ, ഉച്ചയ്ക്കായിക്കോട്ടെ, വൈകുന്നേരം ആയിക്കോട്ടെ, ദൈവവചനം ധ്യാനിക്കാതെ അത് എത്ര വലിയ വേദപണ്ഡിതനോ ആയിക്കോട്ടെ, ദൈവത്തിന് മുമ്പിൽ സമയം ചെലവഴിച്ചല്ലാതെ അഭ്യാസം ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മൾ സൺഡേ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മളെല്ലാ കൂട്ടുകാരെയും അല്ലെങ്കിൽ കുട്ടികളെയും അവരോടൊക്കെ പറയും, നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്നും മെഡിറ്റേറ്റ് ചെയ്ത പുസ്തകമൊക്കെ നിങ്ങൾ അടുത്ത ആഴ്ച കൊണ്ടുവരണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഏറ്റവും ഡിഫിക്കൽട്ട് നമ്മുടെ പിള്ളേർക്ക് എന്താണെന്നറിയോ? ഇത് എന്നും എഴുതുന്നതിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു, നമ്മുടെ വിശ്വാസികൾ, നമ്മുടെ പിതാക്കന്മാർ, അല്ലെങ്കിൽ അവർ ദൈവത്തിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തതുപോലെ നമ്മളെല്ലാം വളരെ തിരക്കിൽ പോകുന്നവരാ, വളരെ ക്ഷീണമുള്ളവരായി മാറുന്നവരാ, അതൊക്കെ ശരിയാ. പക്ഷെ ദൈവവചനത്തിന് നമ്മുടെ ഈ തലമുറയിൽ നാം കൊടുക്കുന്ന സമയം എത്രത്തോളമുണ്ട്? നമ്മുടെ പിതാക്കന്മാരുടെ ഭവനങ്ങളിൽ അല്ലെങ്കിൽ അതിന്റെ ചുറ്റുപാടുമൊക്കെ നടന്നു പോകുമ്പോൾ പണ്ടൊക്കെ പലരും സാക്ഷ്യങ്ങളിലൂടെയും അല്ലെങ്കിൽ അവരുടെ ശവസംസാര ശുശ്രൂഷയിലൊക്കെ നമ്മൾ പറയാറുണ്ട്, അവര് പ്രാർത്ഥിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു, കൃത്യമായി അവർ പ്രാർത്ഥിക്കുന്ന സമയമുണ്ട്, കൃത്യമായി അവർ വചനം പഠിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് പോയാൽ, അതിന് ചുറ്റും പോയാൽ തന്നെ നമുക്കത് അറിയാൻ പറ്റുമല്ലേ? എത്ര അപ്പച്ചന്മാരും അമ്മച്ചിമാരും നമ്മുടെ മുമ്പാകെ ആ ഒരു സാക്ഷിയായിട്ട് നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ കാലയളവിൽ ദൈവവചനം പഠിക്കാനായിട്ടുള്ള ആ ഒരു ത്വര, ആ ഒരു ആകാംക്ഷ, അത് നമ്മൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അതിൽ യാതൊരു വകതിരിവുകളും ഇല്ല. അത് സഹോദരിമാർക്കും സഹോദരന്മാർക്കും മൂത്തവർക്കും ഇളയവർക്കും എല്ലാവർക്കും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കണം. ഏതെങ്കിലും 1 മണിക്കൂറെങ്കിലും, അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും ദൈവവചനത്തിനായിട്ട് നമ്മൾ മാറ്റിവെക്കണം. അത് പഠിക്കാൻ മാറ്റിവെക്കണം, അതിൽ അഭ്യാസം ചെയ്യണം. എന്തുകൊണ്ടാണ് നമ്മുടെ തലമുറകൾ അതിനു വേണ്ടി ശ്രമിക്കാത്തതെന്ന് ചോദിച്ചാൽ, നമ്മുടെ അതിനു വേണ്ടി എത്ര മാതൃകകൾ നമ്മുടെ മുമ്പാകെ നമുക്ക് വയ്ക്കുവാനായിട്ടുണ്ട്. നമുക്കടുത്ത ജനറേഷന് വേണ്ടി എൻ്റെ അപ്പനും അമ്മയും എൻ്റെ റിലേറ്റീവ്സ് ഇന്നതുപോലെ അവർ വീട്ടിൽ ക്രമമായി വേദപുസ്തകം വായിക്കുന്നവരാണ്, പഠിക്കുന്നവരാണ്, ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നവരാണെന്ന് കണ്ടു വേണം അവർ വളരുവാനായിട്ട്. അവരോട് എത്ര പറഞ്ഞാൽ അവരനുസരിക്കാൻ പോകുന്നില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ അത് കാണിച്ചു കൊടുക്കണം. ഒരു ഉദാഹരണം ഞാനിങ്ങനെ വായിക്കുകയുണ്ടായി. ഒരു സഹോദരി ട്രെയിനിൽ യാത്ര ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ആ സഹോദരി ഒരു പുസ്തകം വെച്ച് വായിക്കുന്നുണ്ട്.
അടുത്ത് കുഞ്ഞിരുന്ന് വേറൊരു പുസ്തകം, അതിൻ്റെ പ്രായത്തിലുള്ള ഒരു പുസ്തകം വെച്ച് വായിക്കുന്നുണ്ട്. മറ്റൊരു രക്ഷകർത്താവ് അടുത്ത് അവിടെ ഇരിപ്പുണ്ട്. ആ രക്ഷകർത്താവ് കുഞ്ഞിനോട് മൊബൈലിൽ കളിക്കരുത്, മൊബൈലിൽ നോക്കരുത്, ഇങ്ങനെ പറഞ്ഞ് കുറേ ഉപദേശങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുക. എന്നിട്ട് ഈ രക്ഷകർത്താവിനെ കണ്ടപ്പോ ആ പുള്ളിക്കാരത്തിയോട് ചോദിക്കുകയാണ്, എങ്ങനെയാ നിങ്ങൾ ഈ കുഞ്ഞിനെ ട്രെയിൻ ചെയ്തത്? എങ്ങനെയാ ഈ കുഞ്ഞിനെ മൊബൈൽ ഫോണൊന്നും ഇല്ലാതെ വായന ശീലമാക്കിയത്? എങ്ങനെയാ ഈ കുഞ്ഞിന് വായിക്കുവാനായിട്ടുള്ള ആ ഒരു ജിജ്ഞാസ നിങ്ങൾ ഉണ്ടായിക്കൊടുത്ത്? അതെങ്ങനെയാ ട്രെയിൻ ചെയ്യുക? അപ്പൊ ആ സഹോദരി തിരിച്ചു പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, നമ്മളത് ചെയ്താൽ മാത്രം മതി. ഒന്നും ചെയ്യണ്ട, നമ്മള് മൂത്തവര് അല്ലെങ്കിൽ നമ്മൾ അവരുടെ രക്ഷകർത്താക്കള് അത് ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി, അവരത് താനെ ചെയ്തുകൊള്ളും. ആ മറ്റേ സഹോദരി അവിടെ കിടന്ന് പരാക്രമം ചെയ്യുക, മൊബൈൽ പിടിച്ചു വാങ്ങിക്കുന്നു, അത് കരയുന്നു, അങ്ങനെ അനേക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഇതവിടെ ശാന്തമായിട്ടിരുന്ന് പുസ്തകം വായിക്കുക. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരെയും ബ്ലെയിം ചെയ്യുവാനായിട്ട്, എല്ലാവരെയും കുറ്റപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യടാ, ഇങ്ങനെ ചെയ്യടാ, ഇങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കമാൻഡ്സ് കൊടുക്കാറുണ്ട്. നമ്മൾ എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ വേദപുസ്തക പഠനത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രാധാന്യം എന്താ? ഇത് നമ്മുടെ വാക്കിൽ മാത്രമേ ഒതുങ്ങി നിൽക്കുന്നുള്ളെങ്കിൽ യാതൊരു ഉപയോഗവും ഇല്ല. നമ്മുടെ കൂടെ കുഞ്ഞുങ്ങളെ ഇരുത്തി പ്രാർത്ഥിപ്പിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് കാണണം. നമ്മൾ വേദനയോടുകൂടി ദൈവസന്നിധിയിൽ കരഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നത് അവർ കാണണം. അപ്പോഴേ അവർക്കതിന്റെ സീരിയസ്നെസ് മനസ്സിലാവത്തുള്ളൂ. അവർ കാണുന്നത് മീറ്റിങ്ങിൽ പ്രസംഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മീറ്റിങ്ങുകളിൽ ഇന്ന കാര്യം ചെയ്യണമെന്ന് പറയുന്നുണ്ട്, വീട്ടിൽ രക്ഷകർത്താവ് വന്ന് ഇങ്ങനെ കമാൻഡ് ചെയ്യുന്നുണ്ട്, അനുസരിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. പക്ഷേ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഇതുകൊണ്ട് യാതൊരു ഉപയോഗവുമില്ല. ഞാൻ നിങ്ങൾ പരീക്ഷിച്ചു നോക്കിക്കോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അടുത്ത തലമുറയോട് നിങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ പ്രവർത്തിച്ച് അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുക. അവരതിന്റെ പ്രാധാന്യം മനസ്സിലാക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഞാൻ അതിൽ നിന്ന് മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുക. മനുഷ്യന്റെ ഒരു സ്വഭാവമുണ്ട്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാ പലപ്പോഴായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നത്, അത് നമ്മുടെ സ്വഭാവമായി മാറും. നമ്മൾ എന്ത് കാര്യമായിക്കോട്ടെ, രാവിലെ പത്രം വായിക്കുന്ന ആയിക്കോട്ടെ, അത് ദൈനംദിന ജീവിതത്തിൽ നമ്മളിങ്ങനെ ചെയ്ത് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് നമ്മുടെ സ്വഭാവമായി മാറും. രാവിലെ പത്രം കിട്ടിയില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ആയി നമ്മൾ മാറും. എന്തുകൊണ്ടാണ്? അത് മനുഷ്യന്റെ നേച്ചറാ. അത് മനുഷ്യന്റെ പ്രകൃതം, അങ്ങനെയാണ് ദൈവം ചെയ്തു വെച്ചിരിക്കുന്നത്. പാപവും അതുപോലെ തന്നെയാ. നമ്മൾ ഏതെങ്കിലും പാപം ഫ്രീക്വന്റ് ആയിട്ട് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ അത് നമ്മുടെ ഹാബിറ്റായി മാറും, നമ്മുടെ സ്വഭാവമായി മാറും, അത് നമ്മുടെ വ്യക്തിത്വമായി മാറും, അത് നമ്മുടെ ക്യാരക്ടറായിട്ട് മാറും. റോമാലേഖനം 6-ാം അധ്യായം, ഞാനിത് വെറുതെ പറഞ്ഞതല്ല, ദൈവവചനത്തിലൂടെ നമുക്കത് ചിന്തിക്കുവാൻ. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. റോമൻസ് ചാപ്റ്റർ 6 വേഴ്സ് 19. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പിൻ. വളരെ യുക്തിസഹമായ രീതിയിലാ പൗലോസ് അവിടെ ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുക. ജഡത്തിന്റെ ബലഹീന നിമിത്തമാണ് ഞാൻ ഈ രീതി പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് പറയാ, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ, അശുദ്ധിക്കും അധർമ്മത്തിനുമായിട്ട് നമ്മുടെ അവയവങ്ങളെ നമ്മൾ അടിമപ്പെടുത്തി കൊടുത്തതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത് നമ്മുടെ അവയവങ്ങളെ, അതെന്താ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്, അതിനെ എന്തിനു വേണ്ടി അടിമയാക്കണം? നേരത്തെ അത് അധർമ്മത്തിന് വേണ്ടിയിട്ടായിരുന്നു, അശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അടിമകളാക്കി സമർപ്പിച്ചിരുന്നുവെങ്കിൽ ഇപ്പൊ പറയുകയാണ് അത് നീതിക്ക്, വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ?
നമ്മൾ പാപം പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ അതിൻ്റെ ആ പാപത്തിന്റെ അടിമയായി, അഡിക്ഷനായി നാം മാറുന്നത് പോലെ തന്നെ നമ്മൾ അതിനെ തിരിച്ചു ചെയ്തു നോക്കിയേ, അതിന് റിവേഴ്സായിട്ട് ചെയ്തു നോക്കിയേ. ഈ ഒരു സ്വഭാവം നമ്മുടെ അവയവങ്ങളെ എന്തിനായിട്ട് അടിമകളാക്കണം? വിശുദ്ധീകരണത്തിനായി, നീതിക്ക് വേണ്ടി, വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി മാറ്റണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ വേദപുസ്തക പഠനം, അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾ ചിന്തിക്കുന്നത്, ദൈവത്തിനു വേണ്ടി സമയം ചെലവഴിക്കുന്നത്, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ശീലമാക്കി നമ്മുടെ ഹാബിറ്റായി മാറിക്കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി അവർ ക്യാരക്ടർ. അത് നമ്മുടെ സ്വഭാവമായി മാറും. അത് നമ്മുടെ പുറത്തത് റിഫ്ലക്ട് ചെയ്യുന്നതിന് വേണ്ടി കാരണമാകും. ഏത് രീതിയിലാണോ അധർമ്മത്തിന് വേണ്ടി അടിമകളാക്കി നമ്മുടെ അവയവങ്ങളെ വച്ചിരുന്നത്, അതിനെ തിരിച്ച് അതേ റൂൾ അപ്ലൈ ചെയ്ത് നോക്കുക. ദൈവത്തിന് വേണ്ടി നിങ്ങൾ ദൈവവചനം സ്ഥിരമായിട്ട് വായിക്കുക, ദൈവവചനത്തിന് വേണ്ടി പ്രാധാന്യം നൽകുക, ദൈവസന്നിധിയിൽ സ്ഥിരമായി ഇരിക്കുക. അതിന് കറക്റ്റായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ലൈഫ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പട്ടാളത്തിൽ ജോലി ചെയ്തവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അവിടെ ഡിസിപ്ലിന് വളരെ പ്രാധാന്യമുണ്ടല്ലേ. ഒരു ബെഡ്ഷീറ്റ് മടക്കി വയ്ക്കുന്നതിനും അല്ലെ റോയ് സാർ, അതിന് റൂളുണ്ട്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഡിസിപ്ലിൻ നമ്മൾ ഏത് രീതിയിലാണ് കാത്തു സൂക്ഷിക്കും? അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഉണ്ടോ? ക്രിസ്തീയമായ ആത്മീയ ഡിസിപ്ലിൻ എൻ്റെ ജീവിതത്തിലുണ്ടോ? നമ്മൾ ഒരു പക്ഷെ പറയും, ചൊവ്വാഴ്ച ബൈബിൾ ക്ലാസ് ഉണ്ട്, വ്യാഴാഴ്ച പ്രാർത്ഥനയുണ്ട്, ശനിയാഴ്ച പ്രാർത്ഥനയുണ്ട്, ഞായറാഴ്ച ആരാധനയോഗമുണ്ട്, അങ്ങനെ ഒരുപാട് മീറ്റിങ്ങുകളുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് ചെയ്യും. അറ്റ്ലീസ്റ്റ് ഞായറാഴ്ച ആരാധന ഉണ്ടെന്നുള്ളതെങ്കിലും നമ്മുടെ ലിസ്റ്റിൽ വരുമല്ലേ? അതൊരു ലിസ്റ്റാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ബാക്കി ദിവസങ്ങളിൽ, ബാക്കി മണിക്കൂറുകളിൽ നമ്മുടെ ആത്മീയ അച്ചടക്കം, ഡിസിപ്ലിൻ ഏത് രീതിയിലാണ് പോകുന്നത്? ദൈവസന്നിധിയിൽ നമ്മൾ എന്ത് ഡിസിപ്ലിനാ കാഴ്ചവെക്കുന്നത്? വേറെ എല്ലാത്തിനും സമയം കഴിഞ്ഞതിന് ശേഷം ഇതിന് സമയമുണ്ടെങ്കിൽ ഇതിനു വേണ്ടി മാറ്റിവെക്കാം അല്ലേ? പ്രിയമുള്ളവരെ, കർത്താവ് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? വേറെ ഒരു മതത്തിലും അതില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കണമെന്നുള്ളതാണ് കർത്താവ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. വേറെ ഏതെങ്കിലും സിദ്ധാന്തത്തിൽ ഇങ്ങനെ ഒരു തിയറി ഉണ്ടോ? അവര് പറയും, നമ്മൾ കേട്ടോളണം, ഇതാണ് ബാക്കി എല്ലാ സിദ്ധാന്തവും. ഇന്നതുപോലെ ചെയ്യണം, ഇന്ന രീതിയിൽ ചെയ്യണം, ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ പറയുന്ന കേൾക്കാനായിട്ട് എത്ര മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തോട് പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഉള്ളത് നമുക്കാണ് പ്രിയമുള്ളവരെ. അതാണ് കർത്താവിന്റെ സന്തോഷം. അതിനുവേണ്ടി കർത്താവ് ആഗ്രഹിച്ചിരിക്കുക. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നേ? അതിന് ലീസ്റ്റ് പ്രയോറിറ്റി അല്ലേ? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരണമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ അതൊരു ഡിസിപ്ലിൻഡ് ലൈഫായിട്ട് നമ്മൾ മാറ്റണം. നമ്മളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, നമ്മളത് കാണിച്ചു കൊടുക്കണം. ഇന്നതുപോലെ ഒരു ദിവസം 1 മണിക്കൂർ, അത് ഏത് സമയം ആയിക്കോട്ടെ, അതിനൊരു ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ അതിന് വയ്ക്കണം. അതവർ നിർബന്ധമായിട്ടും ചെയ്യണം. ദൈവസന്നിധിയിൽ ഇരിക്കണം. അത് അവരുടെ സ്വഭാവമായി മാറണം. അവർ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചാൽ അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. സജീവങ്ങളൊക്കെ ഇങ്ങനെ പ്രസംഗത്തിൽ പറയും, പണ്ട് ബാലസംഘ ക്യാമ്പിന് പഠിച്ച കാര്യമൊക്കെ അല്ലേ. എന്തുകൊണ്ടാണ് അവർ പഠിച്ചേ? അവരുടെ അമ്മ അതിനു വേണ്ടി ട്രെയിൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ? സജീവങ്ങളല്ലേ? പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവസന്നിധിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് നമ്മൾ പഠിക്കണം. അവരെ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ വാല്യൂ സിസ്റ്റംസ് പറഞ്ഞു പഠിപ്പിക്കണം. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത എന്താണെന്നാണ് പറഞ്ഞ് കാണിച്ചു കൊടുക്കണം. നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കണം. അതില്ലാതെ ഇത് വിശുദ്ധീകരണത്തിനൊന്നും യാതൊരു പ്രസക്തിയും ഇല്ലാതായി തീരും നമ്മുടെ ജീവിതത്തിൽ. ഇവിടെ പറയുന്നുണ്ട്, നമ്മുടെ അവയവങ്ങളെ ആ വിശുദ്ധീകരണത്തിനായിട്ട് നീതിക്ക് അടിമയാക്കണം. അടിമ എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് കേട്ട് കേൾവി മാത്രമേ ഉള്ളൂ, വായിച്ചിട്ടുള്ള അറിവേ ഉള്ളൂ. അടിമയ്ക്ക് യാതൊരു ചോദ്യം ചെയ്യാനുള്ള അവകാശം ഇല്ലല്ലേ? എന്ന് പറഞ്ഞാലോ അത് കേട്ടോളണം. യാതൊരു അവകാശങ്ങളൊന്നുമില്ല, റൈറ്റ്സ് ഇല്ല, ഡ്യൂട്ടീസ് മാത്രമേ ഉള്ളൂ അല്ലേ? എന്ന് പറഞ്ഞാൽ അന്ന് അടിമത്വം നിലനിന്നിരുന്നിടത്ത് പറയുന്ന, അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ എഴുതപ്പെട്ട ദൈവവചനമാണ്.
എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് അതിനെ കീഴ്പ്പെടുത്തി നമ്മൾ വയ്ക്കണം. നമ്മൾ പറയുന്നതനുസരിച്ച്. എന്തിനു വേണ്ടിയിട്ടാ? വിശുദ്ധീകരണത്തിനായിട്ട് അതിനെ കീഴ്പ്പെടുത്തണം. നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയാനായിട്ട് പഠിക്കണം. ഒരുപക്ഷെ നമ്മുടെ കൂട്ടുകെട്ടുകളായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ ഗാഡ്ജറ്റ്സ് ആയിരിക്കാം, ഒരുപക്ഷെ മറ്റു പല കാര്യങ്ങളായിരിക്കാം, ധനമായിരിക്കാം, പഠനമായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ഒരു കാര്യം ചെയ്തതിൽ നിന്ന് നമ്മൾ വിട്ടുപോകുവാനായിട്ട് മറക്കരുത്. ഞാൻ രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരികയാണ്. നമ്മൾ നമ്മുടെ അവയവങ്ങളെ അടിമകളാക്കി വയ്ക്കണം. അതിനുവേണ്ടി നമ്മുടെ ശരീരത്തെ ട്രെയിൻ ചെയ്യണം. രണ്ടാമത്, ഇതെന്തുകൊണ്ടാണ് ഈ ട്രെയിൻ ചെയ്താൽ? അപ്പോൾ ഈ ക്യാമ്പിന് പിള്ളേരെ പറയാറുണ്ട്, സാറേ ഞാൻ 3 ആഴ്ച പരിശീലിച്ച ഇത് പിന്നെ എന്നും എൻ്റെ ശീലമാവുമെന്ന കേട്ടിട്ടുള്ളത്. ഞാൻ 3 ആഴ്ചയൊക്കെ നോക്കി, പക്ഷെ എന്നിട്ടും 3-ാമത്തെ ആഴ്ച കഴിയുമ്പോൾ 22-ാമത്തെ ദിവസം പിന്നെയും ചങ്കരം തെങ്ങി തന്നെ ആയിപ്പോവും. ഞാൻ പറയട്ടെ, അതിന് റീസൺ എന്താണെന്നറിയോ? ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ കുറവാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. എബ്രായ ലേഖനം 3-ാം അധ്യായം, എബ്രായ ലേഖനം 3-ാം അധ്യായം, അതിന്റെ 18-19 വാക്യങ്ങളൊന്ന് വായിക്കാം. ഹീബ്രു ചാപ്റ്റർ 3 വേഴ്സ് 18 and 19. അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി, എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. ഓക്കെ, അവിടെ 2 കാര്യങ്ങൾ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അനുസരണം കെട്ടവർ, 2 അവിശ്വാസം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഡിസിപ്ലിൻ ഇല്ലാതെ വരുന്നതിന്റെ 2 കാരണങ്ങളാണ്. 1 അനുസരണമില്ലായ്മ, 2 നമ്മുടെ അവിശ്വാസം. ഇത് 2ഉം മാറി മാറി അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ പറയുന്നുണ്ട്, ദൈവം ആണയിട്ട് പറയാ, നിങ്ങൾ അവര് സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ലെന്ന്. ആ റസ്റ്റിൽ അവർ പ്രവേശിക്കയില്ലെന്ന് ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ അവിടെ പറയുകയാണ്. അവർ ഇസ്രായേൽ മക്കൾ ദൈവത്തോട് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കിയത് കൊണ്ട് ദൈവാത്മാവ് അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, നിങ്ങൾ എന്റെ സ്വസ്ഥതയിൽ കടക്കിയില്ല എന്ന് ഞാൻ ആണയിട്ട് പറയുന്നു. അവരുടെ പ്രശ്നം എന്തായിരുന്നു? ഇസ്രായേൽ മക്കളുടെ അവരുടെ ഹൃദയത്തെ കഠിനമാക്കി. പ്രിയമുള്ളവരെ, ദൈവം നമ്മളോട്, നമ്മൾ ഈ 3 ആഴ്ച വായിച്ചു എന്ന് പറഞ്ഞല്ലോ, 3 ആഴ്ച ഡിസിപ്ലിനോടുകൂടി ചെയ്തെന്ന് പറഞ്ഞല്ലോ, 3 ആഴ്ചയോളം നമ്മുടെ അവയവങ്ങളെ അടിമയാക്കി വയ്ക്കാനായിട്ട് ശ്രമിച്ചല്ലോ. എന്നിട്ട് ആ സമയത്ത് ദൈവം പറഞ്ഞ കാര്യങ്ങളെ അനുസരിക്കുവാനോ വിശ്വസിക്കുവാനോ നമ്മൾ കഴിയാത്തത് കൊണ്ടാണ് 22-ാമത്തെ ദിവസം എന്താവുന്നതെന്നറിയോ? അതിൽ ഫെയിലായി നമ്മൾ പോകുന്നു. നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കുക. ദൈവാത്മാവ് നമ്മുടെ ആത്മാവോട് സംസാരിച്ചുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ദൈവവചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവം പറഞ്ഞു തന്ന കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കാതെയും അനുസരിക്കാതെയും ഇരിക്കുമ്പോൾ ഇതൊരു റൊട്ടീൻ മാത്രമായി മാറും. ചിലരുണ്ട്, ഇന്ന് യാത്ര ചെയ്യാൻ പോവാണ്, വേദപുസ്തകത്തിൽ ഒരെണ്ണം വായിച്ച് പ്രാർത്ഥിച്ചിട്ട് പോകാന്ന് പറയല്ലേ. ഇന്ന് പരീക്ഷയാണ്, അതുകൊണ്ട് ഒരു ദൈവവചനം വായിച്ചിട്ട് പോകാം. പ്രിയമുള്ളവരെ, അതല്ല ദൈവവചന പഠനം, അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥിക്കുന്നതും പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് വചനം വായിക്കുന്നതിനൊന്നും യാതൊരു തെറ്റും അല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതൊരു ചടങ്ങായിട്ട് അതൊരു റൊട്ടീനായിട്ട് നമ്മൾ കൊണ്ടു നടക്കാനായിട്ടുള്ള കാര്യമല്ല. ദൈവം നമ്മുടെ ആത്മാവോട് സംസാരിക്കുമ്പോൾ അതിനനുസരിക്കാനും വിശ്വസിക്കാനും കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വിശുദ്ധിയുടെ ജീവിതം നമുക്ക് നയിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ കോളേജിൽ നിന്നൊക്കെ ടൂർ പോകുമ്പോൾ ഹിന്ദുക്കളായിട്ടുള്ളവരായിരിക്കും മെജോറിറ്റി. അവരെന്ത് പറയും? ആദ്യം എന്ത് പറയും? നമ്മുടെ തിരുവനന്തപുരത്തുകാരെന്ത് പറയും? ഗണപതി ക്ഷേത്രത്തിൽ പോകാന്ന് പറയല്ലേ. അവിടെ ചെന്നൊരു തേങ്ങ ഉടച്ചിട്ട് വിഘ്നം മാറാൻ വേണ്ടി തേങ്ങ ഉടച്ചിട്ട് പോകാന്ന് പറയും. പ്രിയമുള്ളവര്, വിഘ്നം മാറാനുള്ളതല്ല നമ്മുടെ ദൈവം. തടസ്സങ്ങൾ മാറിക്കിട്ടാനായിട്ടുള്ളതല്ല നമ്മുടെ ദൈവത്തിന്റെ കാര്യപരിപാടി. ദൈവത്തിന്റെ കാര്യപരിപാടി എന്ന് പറയുന്നത് നമ്മളുമായിട്ട് ചേർന്നിരിക്കണം. നമ്മുടെ റിലേഷൻഷിപ്പ് സ്നേഹത്തിൽ ഒന്നാണ്. അത് തുടർച്ച നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ കാണുന്നുണ്ട്. ദൈവത്തിന്റെ പദ്ധതി നമുക്കെല്ലാം സ്മൂത്താക്കി തരണം എന്നുള്ളതല്ല ദൈവത്തിന്റെ പദ്ധതി.
ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മൾ ഉണ്ടാക്കണം. ദൈവവുമായിട്ട് സംസാരിക്കുന്നവരായി മാറണം. ഹൃദയത്തെ കഠിനമാക്കരുത്. ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. ഒന്നാമത്തെ പടി പറയാതെ രണ്ടാമത്തത് ആര് പറയാനാണ്? 1-ാം ക്ലാസ് പഠിക്കാതെ 2-ാം ക്ലാസ്സിലോട്ട് എങ്ങനെ പോകും? പ്രിയമുള്ളവരെ, ദൈവവചന പഠനത്തിൽ ദൈവവുമായിട്ടുള്ള സമയം നമുക്ക് ഫെയിലാവുന്നില്ലെന്ന റീസൺ ഇതാണ്. ദൈവത്തെ നമ്മൾ അനുസരിക്കുന്നില്ല. ദൈവത്തിലുള്ള വിശ്വാസം നമുക്കില്ലാത്തത് കൊണ്ടാ. ഇതൊക്കെ ഏട്ടിലെ പശു, അത് പുല്ല് തിന്നത്തില്ല എന്ന് വിചാരിക്കുന്നത് കൊണ്ടാ. ഇത് റിയലാണ്. ഇതെന്റെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയമാണ്. ഇത് പ്രാധാന്യമുള്ള വിഷയമാണ് എന്ന് മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ വിശ്വാസ ജീവിതത്തിൽ വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റത്തുള്ളൂ. എന്റെ ഉദാഹരണത്തിലോട്ട് ഞാൻ പോവുകയാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം ഒന്ന് വായിക്കുക. ഇവിടെ വിശ്വാസ വീരന്മാരുടെ പട്ടിക പറഞ്ഞു വരുന്ന ഒരു അധ്യായമാണല്ലോ 11-ാം അധ്യായം. അതിന്റെ 4-ാം വാക്യം ഒന്ന് വായിക്കുക. 11:4 ആദ്യ ഭാഗം. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. മതി. ബൈ ഫെയ്ത്ത് ഏബൽ ഓഫേർഡ് അൺടു ഗോഡ് എ മോർ എക്സലന്റ് സാക്രിഫൈസ് ദാൻ കയീൻ. അല്ലേ? ഈ സംഭവം എല്ലാവർക്കും അറിയാം. ഞാൻ ചോദിക്കട്ടെ ഒരു ചോദ്യം. എന്തുകൊണ്ടാ ഹാബേല് കയീനേക്കാൾ ഉത്തമമായ ഒരു മോർ എക്സലന്റ് ആയിട്ടുള്ള സാക്രിഫൈസ് അവിടെ ചെയ്തേ? എന്തുകൊണ്ടായിരിക്കാം? കയീൻ അറിയത്തില്ലായിരുന്നോ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് എന്താണ്, ദൈവത്തിന് ഇഷ്ടം എന്താണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ഒരു വാല്യൂ സിസ്റ്റം എന്താണെന്ന് കയീൻ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ലായിരുന്നോ? കയീൻ അത് കണ്ടിട്ടില്ലായിരുന്നോ? ഹാബേല് മനസ്സിലാക്കിയതുപോലെ എല്ലാ കാര്യങ്ങളും കയീൻ അറിയത്തില്ലായിരുന്നോ? എന്തുകൊണ്ട് ഹാബേല് ദൈവത്തിന് പ്രസാദകരമായ ഒരു യാഗം അവിടെ കഴിക്കാനായിട്ടുള്ള റീസൺ എന്തായിരുന്നു? ഹാബേൽ ഒരു കാര്യം അവിടെ വിശ്വസിച്ചു. ദൈവത്തിന്റെ വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് ഹാബേൽ അവിടെ വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഹാബേലിന് നല്ലൊരു ഉത്തമമായ യാഗം അവിടെ കഴിക്കുവാനായിട്ട് സാധിച്ചത്. കയീന് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് തൻ്റെതായ ബുദ്ധിയിൽ താൻ മനസ്സിലാക്കി എടുത്തത് വെച്ച് താൻ നല്ലൊരെണ്ണം കൊണ്ട് അവിടെ വയ്ക്കാൻ ശ്രമിച്ചു. പക്ഷെ ഹാബേൽ എന്ത് ചെയ്തു? ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് അത് വിശ്വസിച്ചാണ് താൻ യാഗം കഴിക്കാനായിട്ട് പോയത്. പ്രിയമുള്ളവരെ, വിശുദ്ധ ജീവിതത്തിലെ ഒഴിച്ചു മാറ്റുവാൻ അല്ലെങ്കിൽ പിഴി ചേർത്ത് മാറ്റുവാൻ കഴിയാത്ത അല്ലെങ്കിൽ എടുത്തു മാറ്റുവാൻ കഴിയാത്ത ഒന്നാണ് വർഷിപ്പ് എന്ന് പറയുന്നത്, ആരാധന എന്ന് പറയുന്നത്. ആരാധന ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ അവന്റെ ജീവിതത്തിൽ ആരാധന ഉണ്ടാവും. ദൈവത്തിന്റെ വിശുദ്ധിയിലുള്ള വിശ്വാസം അവനുണ്ടാവും. നമ്മുടെ ജീവിതത്തിലെ ആരാധനകൾ എങ്ങനെയിരിക്കുന്നു പ്രിയമുള്ളവരെ? ആ ദൈവവുമായിട്ടുള്ള വർഷിപ്പ്, ദൈവവുമായിട്ടുള്ള ആരാധന എങ്ങനെയാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്? നമ്മുടെ ബുദ്ധിയിൽ മെനഞ്ഞെടുത്ത ഏറ്റവും മെച്ചമായ കയീൻ എന്താ ചെയ്തേ? അവൻ ഏറ്റവും മെച്ചമായ അവന്റെ കൃഷിയിൽ ഏറ്റവും മെച്ചമായതാ കൊണ്ടുവച്ചേ? മോശമാണോ കൊണ്ടുവച്ചേ? പുഴുക്കുത്തുള്ളതാണോ കൊണ്ടുവച്ചേ? അല്ല, മെച്ചമായതാ കൊണ്ടുവച്ചേ അല്ലേ? പക്ഷേ ദൈവം പ്രസാദിച്ചത് മറ്റൊന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ആരാധനകൾ ഞാൻ പറയുന്നത് ഞായറാഴ്ച വരുന്ന ആരാധനയെ കുറിച്ചല്ല. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിനെ ആരാധിക്കുവാൻ, വർഷിപ്പ് ചെയ്യുവാനായിട്ടുള്ള സമയം നമ്മൾ എടുക്കുന്നുണ്ടോ? ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നാം ദൈനംദിന ജീവിതത്തിൽ, അത് സൺഡേ എന്നല്ല ബാക്കി എല്ലാ സമയത്തും നമ്മൾ അതിനു വേണ്ടി സമയമോ നമ്മുടെ ചിന്തകളോ മാറുന്നുണ്ടോ പ്രിയമുള്ളവരെ? നമ്മുടെ ആ മൺഡേ മുതൽ സാറ്റർഡേ വരെയുള്ള ലൈഫിൽ വർഷിപ്പിന് എന്തെങ്കിലും സ്ഥാനമുണ്ടോ? ആരാധനയ്ക്ക് എന്തെങ്കിലും ഒരു സ്പേസ് നമ്മൾ കൊടുക്കുന്നുണ്ടോ? അത് വിശുദ്ധ ജീവിതം നയിക്കുന്നവരുടെ ജീവിതത്തിൽ മാത്രമേ ഈ ആരാധന ഉണ്ടാകത്തുള്ളൂ. ആ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വർഷിപ്പ് ഉണ്ടാകത്തുള്ളൂ. അത് വ്യക്തിപരമായ ഓരോരുത്തരുടെ ഹൃദയത്തിൽ നിന്നുണ്ടാവണം. നമ്മൾ പറയും സൺഡേ നിങ്ങൾ എഴുന്നേക്കണം എന്നൊക്കെ പറയല്ലേ, അല്ലെ സ്തോത്രം ചെയ്യണം എന്നൊക്കെ പറയും. എന്തുകൊണ്ടാ നമുക്ക് പറ്റാത്തത്? എന്തുകൊണ്ടാ പലർക്കും കഴിയാതെ പോകുന്നേ? ഈ മൺഡേ മുതൽ സാറ്റർഡേ വരെയുള്ള പേഴ്സണൽ ക്രിസ്ത്യൻ ഡിസിപ്ലിൻ ലൈഫിൽ
വർഷിപ്പിന് യാതൊരു സ്ഥാനവും ഇല്ലായിരുന്നത് കൊണ്ടാവാം മെജോറിറ്റി ചാൻസ് നമ്മുടെ തിങ്കൾ മുതൽ ശനി വരെയുള്ള നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ദൈനംദിന ഇടപെടലുകളിൽ ദൈവത്തോടുള്ള ഭക്തിയും ആരാധനയും ഇല്ലാത്ത ഒരാൾക്ക് ദൈവത്തിന് പ്രസാദകരമായ ഒരു വർഷിപ്പ് ഞായറാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസത്തിൽ കൊടുക്കുവാൻ യാതൊരു സാധ്യതയുമില്ല. ദൈവം ഞായറാഴ്ച രാവിലെ വന്ന് നമ്മളെല്ലാവരും വിശുദ്ധരായിട്ട് വന്നിരുന്ന് എന്ന് ചെയ്ത് കളയാമെന്ന് വിചാരിച്ച പ്രിയമുള്ളവരെ, ദൈവം പ്രസാദിക്കുന്ന യാഗമായിട്ട് അത് തീരണമെങ്കിൽ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിനൊത്ത് നമ്മുടെ ജീവിതം മാറണം. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ ജീവിതത്തിന് പ്രാധാന്യം നൽകണം. വിശുദ്ധ ജീവിതം ഇല്ലാതെ ഞായറാഴ്ച രാവിലെ വന്ന് ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്ന ഒരു യാഗം കഴിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട. ഒരുപക്ഷെ തോട്ട് പറയാൻ പറ്റുമായിരിക്കും, സ്തോത്രം ചെയ്യാൻ പറ്റുമായിരിക്കും, പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരിക്കും. ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ പിന്നെയും ശ്രദ്ധിക്കുക. ദൈവത്തിന് പ്രസാദകരമായ യാഗം കഴിക്കണമെങ്കിൽ, ദൈവത്തിന് പ്രസാദകരമായ ആരാധന കഴിക്കണമെങ്കിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ വിശുദ്ധിയുടെ കാര്യം അവിടെ പ്രാധാന്യം നൽകണം. ആരാധനയ്ക്ക്, വ്യക്തിപരമായ ആരാധനയ്ക്ക് പ്രാധാന്യം ഉണ്ടാകണം. അതില്ലാതെ ഒരു ദിവസം വന്ന് നമുക്ക് സഭയായിട്ട് ആരാധിക്കുന്ന വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളില്ലെങ്കിൽ, ദൈവത്തിന്റെ വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കാതെയാണ് ജീവിക്കുന്നതെങ്കിൽ ഇതൊന്നും നമുക്ക് ചെയ്യുവാനായിട്ട് പറ്റത്തില്ല. പലപ്പോഴും നമ്മുടെ ആരാധനകൾ തിരുവത്താഴം മുറിക്കൽ എന്നുള്ളതിലേക്ക് തരം താഴുകയാണ്. തിരുവത്താഴം ഏറ്റവും വലിയ ശുശ്രൂഷയാണ്, ഏറ്റവും പ്രാധാന്യമുള്ള ശുശ്രൂഷയാണ്. അത് നല്ല ദൈവഭക്തിയോടും പ്രാർത്ഥനയോടുകൂടിയും ചെയ്യേണ്ട ശുശ്രൂഷയാണ്. ആരാധനയുടെ ഇടയിൽ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയാണ് തിരുവത്താഴം, അത് യാതൊരു സംശയവുമില്ല. പക്ഷേ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് പൊങ്ങുന്ന സ്തുതി സ്തോത്രങ്ങൾ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് അർപ്പിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പാപമുണ്ടെങ്കിൽ അതിന് കഴിയത്തില്ല. പാപമുള്ള വ്യക്തി പാപവുമായിട്ട് ദൈവസന്നിധിയിൽ വന്നിരുന്നാൽ അതിന് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ പ്ലീസ് ചെയ്യുവാനായിട്ട്, ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പം മുറിക്കാൻ ഒരു പക്ഷേ പറ്റുമായിരിക്കാം, ചിലപ്പോൾ മറ്റാരെങ്കിലും, അല്ലെങ്കിൽ മൂപ്പന്മാര് ചോദിക്കും, അല്ലെങ്കിൽ സഹോദരന്മാര് ചോദിക്കും, എന്ത് പറ്റി സഹോദരാന്ന് ചോദിക്കുമായിരിക്കും, അതുകൊണ്ട് എടുക്കുമായിരിക്കും. പ്രിയമുള്ളവരെ, അതൊന്നും ദൈവസന്നിധിയിൽ ന്യായമായ കാര്യം അല്ല. ദൈവസന്നിധിയിൽ ഹാബേൽ അർപ്പിച്ച യാഗം പ്രസാദകരമായതിന് ഒരു കാരണം അവർ രണ്ടിന്റെ അറിവിൽ ഒരു വ്യത്യാസവും ഇല്ലായിരുന്നല്ലേ. കയ്യിന് കിട്ടിയ അതേ അറിവ് തന്നെ ഹാബേലിനും കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ഹാബേൽ ഒരു കാര്യം വിശ്വസിച്ചു, ദൈവത്തിന്റെ വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് ദൈവം പ്രതീക്ഷിക്കുന്നതിൽ ഹാബേൽ വിശ്വാസം അർപ്പിച്ചത് കൊണ്ടാണ് ഹാബേലിന്റെ യാഗം പ്രസാദിപ്പിക്കുവാൻ, അല്ലെങ്കിൽ പ്രസാദകരമായിട്ട് തീരുവാനിടയായത്. ഞാൻ പിന്നെ മുന്നോട്ട് പോയ നോഹയുടെ കാര്യം എടുക്കുക. നോഹ, വാക്യങ്ങളിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. നോഹ എന്താ ചെയ്തേ? നമ്മൾ പലപ്പോഴും വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ പറയുന്ന കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഇതൊന്നും ഇനിയിപ്പോ അങ്ങോട്ട് ഇതിപ്പോ എന്ത് കിട്ടാനാ അല്ലേ? ഇപ്പൊ ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ടല്ലേ, ഇത്രയും വിശുദ്ധമായിട്ട്, അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇടയിൽ കളി പറയാതെ, അല്ലെങ്കിൽ മോശമായ കാര്യങ്ങൾ സംസാരിക്കാതെ, മോശമായ കാര്യങ്ങൾ കാണാതെ, ചിന്തിക്കാതെ, മോശമായ കൂട്ടുകെട്ടുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ ഇതിപ്പോ എന്ത് കിട്ടാനാ? അതിനേക്കാൾ നല്ലതല്ലേ, എന്ത് സുഖം അല്ലേ മറ്റത് എന്ന് പറയല്ലേ. എന്തുകൊണ്ടാ? നമുക്കിതിന്റെ അങ്ങേയറ്റം കാണാൻ പറ്റുന്നില്ലാത്തതുകൊണ്ടാ. ഈ വിശുദ്ധിയിൽ നമ്മൾ നടന്നതിന്റെ റിസൾട്ടിനെ കുറിച്ചുള്ളത് കാര്യം നമുക്ക് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതിനെക്കുറിച്ചൊന്നും ബോധറിയാത്തത്. നമ്മൾ ഇതിന്റെ ആ ഒരു പെയിനും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്നതിനുള്ള ഈഗോയും നമ്മുടെ ജനശരീരത്തിലെ അഭിലാഷങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ആഗ്രഹവും കൊണ്ട് നമ്മൾ ഇങ്ങനെ പോവുക. കാണാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് പലപ്പോഴും വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ ആ എക്സാമ്പിൾ, അതായത് നോഹയുടെ എക്സാമ്പിൾ പറഞ്ഞു. നോഹ എന്ത് ചെയ്തു? പെട്ടകം ഉണ്ടാക്കിയല്ലേ? നമുക്ക് എല്ലാവർക്കും കഥ അറിയാം. അതിന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്നു വികാസമാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് എന്തോ എടുത്തതായിട്ട് എനിക്ക് ഓർമ്മ. നോഹ എത്ര വർഷം എടുത്തിട്ട് ആ പെട്ടകം പണിതേ? എത്ര വർഷം എടുത്തു? ഡോള എത്ര വർഷം എടുത്തു? എത്ര വർഷം എടുത്ത് ഫെബി? 140 അല്ലേ?
കറക്റ്റ് അല്ലേ? എനിവേ 140 എനിക്ക് തോന്നുന്നത്. ബ്രതിൽ 140 ആണെന്ന് തോന്നുന്നു. ഇത്രയും വർഷക്കാലം നോഹ എന്ത് ചെയ്യുമായിരുന്നു? പെട്ടകം പണിയുക. നോഹ വികാസ് ബ്രദറിന് അതിൽ പറയുന്നുണ്ട്, നോഹ എന്ത് കണ്ടിട്ടാ ഇത് പെട്ടകം പണിയണേ? എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? മഴ കണ്ടിട്ടില്ല, വെള്ളപ്പൊക്കം കണ്ടിട്ടില്ല, ഇതിനു മുമ്പ് പെട്ടകവും കണ്ടിട്ടില്ല. എത്ര വർഷം എടുത്തു? ഇത്രയും വർഷം താൻ പണിയെടുക്കുക. എന്തിനു വേണ്ടിയിട്ടാ? ഇതുവരെയും കാണാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലേ? നമ്മൾ എത്ര വർഷമായി രക്ഷിക്കപ്പെട്ടിട്ട്? ഇവിടെ ഇരിക്കുന്നവരടുത്ത് ഞാൻ ചോദിക്കാം, എത്ര വർഷമായി കാണാം നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ട്? 40 ആയവരുണ്ടാവാം, ചിലപ്പോൾ 50 ആയവരുണ്ടാവാം അല്ലേ? 140 വർഷമായ ആരെങ്കിലും ഉണ്ടോ? 100 വർഷത്തിൽ കൂടുതലായവരുണ്ടോ? നോഹ എന്താ കാണാത്ത ഒരു കാര്യത്തിന് വേണ്ടി അധ്വാനിക്കുക, ടയേർഡ്ലെസ് ആയിട്ട് വർക്ക് ചെയ്യുക. ആരെങ്കിലും തന്നെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് പുറത്തുനിന്നുണ്ടോ? ആരും തന്നെ ഇല്ല. എന്നിട്ടും വർക്ക് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാ? ദൈവം പറഞ്ഞിട്ടുണ്ട്, ദൈവം അത് ചെയ്യാൻ പറഞ്ഞു, അങ്ങനെ തന്നെ അവൻ ചെയ്തതല്ലേ. പ്രിയമുള്ളവരെ, ടയേർഡ്ലെസ് ആയിട്ട് ഈ 100-ലധികം വർഷങ്ങൾ നോഹ പെട്ടകം പണിയാനായിട്ട് എടുത്തെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വിശുദ്ധ ജീവിതം നയിക്കാൻ നമുക്കൊക്കെ എത്ര വർഷം ദൈവം ഇനി തന്നിട്ടുണ്ടാവും? എത്ര വർഷം തന്നിട്ടുണ്ടാവും? എനിക്കറിയത്തില്ല. ഓരോരുത്തർക്കും വ്യത്യസ്തമായ, ചിലപ്പോ എത്രയും പെട്ടെന്ന് തന്നെ ദൈവം വിളിക്കാം. പക്ഷെ ഞാൻ ഇങ്ങനെ പറയട്ടെ, നമുക്ക് എത്ര ദിവസം ദൈവം തന്നിരുന്നു? എത്ര പെട്ടകം നമ്മൾ പണിയുവാനായിട്ട് ഇടയായി? കാണാത്ത ആ വിശുദ്ധ ജീവിതത്തിന്റെ പെട്ടകം, ഞാൻ അങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു, വിശുദ്ധ ജീവിതത്തിന്റെ പെട്ടകം നമുക്ക് പണിയുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതിന്റെ അന്തം നമുക്ക് നിത്യജീവനാണ്, സന്തോഷമാണ്, പ്രത്യാശയാണെന്നൊക്കെ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ കാണാത്തത് കൊണ്ട്, അതിനെ അവിശ്വസിച്ചുകൊണ്ട് ആ വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് നൈമിഷികമായ സന്തോഷങ്ങളിലേക്ക് പോയിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ, ആ വർഷങ്ങളെ പാഴാക്കുകയാണ്. 140 വർഷം ഒന്നും കാണാത്ത ഒരു കാര്യത്തിനു വേണ്ടി നോഹ ടയേർഡ്ലെസ് ആയിട്ട് അധ്വാനിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത വിശുദ്ധി കാത്തുപാലിക്കുവാനായിട്ട് നമ്മളെ എത്ര ദിവസം, എത്ര മണിക്കൂർ നമ്മൾ പണിയെടുക്കുന്നുണ്ട്? ഒരു ദിവസം എത്ര മണിക്കൂർ വിശുദ്ധ ജീവിതം പണിയണം, എനിക്ക് വിശുദ്ധ ജീവിതം നയിക്കണം എന്നത് വിചാരിച്ച് പണിയുന്നുണ്ട്. നോഹ പണിതു. അതുകൊണ്ടാണ് ഇവരെയൊക്കെ വിശ്വാസികൾ ആ ഒരു വലിയ പോരാട്ട വീരന്മാരുടെ പട്ടികയിൽ, വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ എഴുതി വെച്ചിരിക്കുന്നതല്ലേ. നിങ്ങളൊന്ന് ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയാൽ എല്ലാ വിശ്വാസ വീരന്മാരെ കുറിച്ചും ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ, കുറേ പേരെ പറഞ്ഞിട്ടുണ്ട്. ഇവരിൽ കുറവുകളൊന്നും ഇല്ലായിരുന്നോ? ആർ ദേ ഓൾ പെർഫെക്റ്റ്? കുറവുകളും ഫോൾസും ഉള്ള എത്രയോ പേരെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ. പക്ഷെ അവരെ ഈ പട്ടികയിൽ ദൈവം ഉൾപ്പെടുത്തിയതിന് കാരണം അവർ ദൈവത്തെ വിശ്വസിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട്, പ്രിയമുള്ളവരെ, നോഹയെ പോലുള്ളവർ കാണാത്ത കാര്യത്തിനു വേണ്ടി വർക്ക് ചെയ്തു എന്നുള്ളത് നമ്മെ എത്രത്തോളം പ്രചോദിപ്പിക്കേണ്ട ഒരു വസ്തുതയാണ്. അത് കഴിഞ്ഞ് അബ്രഹാമിന്റെ കാര്യം നോക്കിയേ. അബ്രഹാം എന്താ ചെയ്തേ? കാണിപ്പാനിരിക്കുന്ന ദേശത്ത്, അവന് അറിയത്തോലുമില്ല, എവിടെ പോണോന്ന് തന്നെ അറിയത്തില്ല. നമുക്ക് എവിടെ പോണോന്ന് പറഞ്ഞാൽ പോലും മടിയല്ലേ? ദൈവം എവിടെ പോകണമെന്ന് പറഞ്ഞു തന്നാ പോലും അല്ല, ദൈവം അവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെ പിള്ളേരെ പഠിത്തം, അവിടെ പിള്ളേരെ ജോലി, കാര്യങ്ങൾ എങ്ങനെയാവും അല്ലേ? അബ്രഹാം എന്താ ചെയ്തേ? വിടേണ്ട കാര്യങ്ങളെ വിട്ട് അബ്രഹാം യാത്ര ചെയ്യുക. എന്തുകൊണ്ടാ? തന്റെ മുമ്പിലുള്ള വാഗ്ദത്തങ്ങൾ അനേകം ദൈവം കൊടുത്തിട്ടുണ്ടല്ലേ. ആ വാഗ്ദത്തം മുറുകെ പിടിച്ചുകൊണ്ട് അവൻ എന്നെ വലിയ ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നുള്ള വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് അബ്രഹാം മുന്നോട്ട് പോകുന്നത്. നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ എത്ര വാഗ്ദത്തങ്ങളാണ് ദൈവം തന്നേക്കുന്നത്. നമ്മൾ എത്രയോ ക്ലാസ്സുകളായിട്ട് ഇതിങ്ങനെ ഓരോരോ വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. അതിന്റെ റിസൾട്ടിനെ കുറിച്ച് ആ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്. നമ്മൾ ആ വാഗ്ദത്തങ്ങളൊക്കെ മുറുകെ പിടിക്കുന്നുണ്ടോ? ആ പ്രോമിസസിനെ മുറുകെ പിടിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ ഡിസിപ്ലിൻ അല്ലാതായി മാറുന്നതിനുള്ള കാരണം ദൈവത്തെ അവിശ്വസിക്കുന്നത് കൊണ്ടാണ്, ദൈവത്തിലുള്ള ആശ്രയം ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ്. ഞാൻ മുന്നോട്ട് പോകട്ടെ. എബ്രായ ലേഖനം 11-6 അവിടെ ഇങ്ങനെ നാം വായിക്കുന്നു, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നത് അല്ല. എബ്രായ ലേഖനം 12-14 ഹീബ്രു ചാപ്റ്റർ 12 വേഴ്സ് 14
അവിടെ വായിക്കുന്നു, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. വിത്തൗട്ട് ഫെയ്ത്ത് വി കാൺട്ട് പ്ലീസ് ഗോഡ്. വിത്തൗട്ട് ഹോളിനെസ് വി കാൺട്ട് സീ ഗോഡ്. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല. വിശുദ്ധിയില്ലാതെ ദൈവത്തെ കാണുവാനും ആർക്കും കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? വിശുദ്ധ ജീവിതം എത്ര ക്ലാസ്സുകളായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിനെന്താ ഇത്ര പ്രത്യേകത? എന്ത് പ്രയോജനമാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്? എന്തെങ്കിലും പ്രയോജനമുണ്ടോ രാജീവ് സോറ? ഈ വിശുദ്ധ ജീവിതത്തിൽ ഇത്രയും പ്രാധാന്യം ദൈവം, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരാകുവിൻ എന്ന കൽപ്പന തന്നിരിക്കുന്ന ദൈവം എന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യം നൽകിയതേ? നമുക്കെന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? റോമാലേഖനം 14 അധ്യായം 17 വാക്യം, റോമൻസ് ചാപ്റ്റർ 14 വേഴ്സ് 17. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അതെ, എനിക്കൊന്ന് ജയ്സനങ്ങളാണെന്നു ദൈവരാജ്യവും സ്വർഗരാജ്യവും അതിനെക്കുറിച്ചൊക്കെ ക്ലാസ് നമുക്ക് വ്യക്തമായി എടുത്തതാണ്. സമാധാനവും സന്തോഷവും നീതിയും പരിശുദ്ധാത്മാവിൽ സന്തോഷവും നൽകണം. ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ യോജിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം. യോജിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. പ്രിയമുള്ളവരെ, വിശുദ്ധ ജീവിതമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ യഥാർത്ഥമായ സന്തോഷം നൽകുന്നത്. മറ്റെല്ലാ സന്തോഷങ്ങളും സാഹചര്യത്തിനും അല്ലെങ്കിൽ സറൗണ്ടിങ്സിനും നമ്മൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ അനുസരിച്ച് മാറുന്നതാണ്. കർത്താവ് നൽകുന്ന വിശുദ്ധ ജീവിതത്തിലൂടെ അതിന്റെ റിസൾട്ടായിട്ട് ലഭിക്കുന്ന സന്തോഷം ഇറ്റ് വിൽ നോട്ട് ഫെയ്ഡ് അറ്റ് എനി മൊമെന്റ്. ഇനി ഏത് സന്തോഷമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ സന്തോഷിക്കുവാനായിട്ട് ഇടയാവും. ആ വാക്യം നമ്മൾ വായിക്കുന്ന വാക്യമായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 15 അധ്യായം 10-11 വായിച്ചേ. ജോൺ ചാപ്റ്റർ 15 വേഴ്സ് 10 and 11. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അത് തൊട്ടടുത്ത വാക്യം. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എന്താ ആ വാക്യം ഒന്നുകൂടെ വായിക്കാവോ? എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും. മതി. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും. ആരാ ഇത് പറയുന്നത്? ഡോണ, കർത്താവ് പറയാല്ലേ. കർത്താവിന്റെ സന്തോഷം നിങ്ങളിൽ അല്ലെങ്കിൽ എന്നിലിരിക്കുവാനും എന്റെ സന്തോഷം പൂർണ്ണമാകുവാനും ആയിട്ടാ അത് പറഞ്ഞിരിക്കുന്നത്. ആ വാക്ക് നിങ്ങൾ വായിച്ചു നോക്കുക. ഇതാ അതിന്റെ റിസൾട്ട്. വിശുദ്ധ ജീവിതത്തിലെ റിസൾട്ട് ഇതാ. ഈ ഭൂമി നമ്മൾ ജീവിക്കുമ്പോ ഇതിനെന്ത് ബെനിഫിറ്റാന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി ഇതാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ജീവിതം നയിക്കുമ്പോ ദൈവത്തോടുള്ള സാമീപ്യം അറിഞ്ഞ് നമ്മൾ ജീവിച്ചു പോകുമ്പോ ദൈവത്തിന്റെ സന്തോഷം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയും നമ്മുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. അതെന്തൊരു സന്തോഷമല്ലേ! ദൈവത്തിന്റെ സന്തോഷം നിങ്ങൾ ധ്യാനിച്ചു നോക്കുക. അത് പൂർണ്ണമാകുന്ന സന്തോഷ. ഈ ലോകത്തിലെ ഏത് സന്തോഷവും അപൂർണങ്ങളാ. അത് നൈമിഷികമാണ്. അത് സാഹചര്യത്തിനനുസരിച്ച് മാറുന്നതാണ്. ഇത് മാറാത്ത പൂർണ്ണ സന്തോഷം. ഞാൻ കഴിഞ്ഞ ദിവസം യാത്ര പോയപ്പോ ഒരു സഹോദരനെ കാണാനായിട്ടിടയായി. ഭക്തനായ മനുഷ്യൻ, അധികം ശുശ്രൂഷകളൊന്നും വാഗ്മിയായ അങ്ങനെ ഒരു വ്യക്തിയല്ല, സൗമ്യനായ ഒരു വ്യക്തി ഒരു സഭയില്. അദ്ദേഹം ക്യാൻസർ രോഗിയാണ്. വയറിന്റെ ഈ ഭാഗത്ത് 2 മുഴ വന്നിട്ട് അതാണ് ക്യാൻസർ അദ്ദേഹത്തിന്. അത് പുറത്തുനിന്ന് സ്കിന്നിന് ഏകദേശം താഴെയായിട്ടാണ് ഈ മുഴ ഇരിക്കുന്നത്. ഈ മുഴ പൊട്ടി പഴുപ്പിങ്ങനെ ദിവസവും അല്ലെങ്കിൽ സമയം കഴിയുന്നവരെ വന്നു. അപ്പോൾ ദിവസം 1, 2, 3 മണിക്കൂറുകൾ കഴിയുമ്പോഴത്തേക്ക് ഇത് ക്ലീൻ ചെയ്യണം. അപ്പൊ ഞാനിത് ഇനി ആദ്യമായിട്ടാണ് ഈ സഹോദരനെ കാണുന്നത്. പക്ഷേ ഉണ്ടല്ലോ,
ഇത്രയും വേദനയോടുകൂടി ആ മനുഷ്യരിയ്ക്കുന്നത്. എപ്പോഴും ക്ലീൻ ചെയ്യണം, അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. മരണാസന്ന നിലയിലായി പോയിട്ട് തിരിച്ചൊക്കെ വന്ന സഹോദരനാ. പക്ഷേ ഉണ്ടല്ലോ, ആ സഹോദരന്റെ ചിരി ഉണ്ടല്ലോ, നമ്മൾ കാണുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് എന്തുമാത്രം ദൈവമേ, എങ്ങനെയാ ഇത്രയും ദൈവഭക്തനായ ഒരു മനുഷ്യനാ ഇത്രയും സന്തോഷത്തോടെ ചിരിക്കാൻ ഈ സഹോദരൻ എങ്ങനെയാ പറ്റുന്നേ? അപ്പൊ ഞാൻ ഇറങ്ങിയപ്പോ ഇദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യകാല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം ഭക്തനായ മനുഷ്യനാ, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്, വിശുദ്ധ ജീവിതം എന്ന് പറയുന്ന വാക്കിന് ഒരു എന്താ പറയാ, അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭക്തനായ ഒരു ദൈവത്തിന്റെ ദാസന. ജോർജ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടയിൽ തന്നെ എത്രയോ പേര് ആ സന്തോഷം ഉള്ളിൽ കൊണ്ട് നടക്കും. അവരുടെ വേദനയുടെ മധ്യമായിക്കോട്ടെ, പ്രയാസങ്ങളായിക്കോട്ടെ, ക്യാൻസറോ എന്ത് രോഗമായിക്കോട്ടെ, അവരുടെ മനസ്സിലെ പുഞ്ചിരി നമുക്ക് നേരിട്ട് കാണാനായിട്ട് ദൈവം തന്നിരിക്കുക. വിശുദ്ധിയിൽ സന്തോഷമുണ്ട് പ്രിയമുള്ളവരെ. കർത്താവിന്റെ സന്തോഷം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുക. അത് പൂർണ്ണതയുള്ള സന്തോഷമാ. വേദനയ്ക്കൊന്നും അത് മാറ്റാൻ കഴിയാത്ത സന്തോഷമാ. നിങ്ങൾക്ക് അറിയായിരിക്കും, റോയ് സഹോദരൻ കുസാറ്റില് പ്രൊഫസറായിട്ടുള്ള ചിലർക്കൊക്കെ അറിയായിരിക്കും, നമ്മുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തിട്ടുള്ള. അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടായിരുന്നു, ക്യാൻസർ ബാധിച്ച്. അപ്പൊ അദ്ദേഹം എഴുന്നേറ്റ് ഇന്ന് സാക്ഷ്യം പറഞ്ഞത് നിങ്ങൾ ഒരുപക്ഷെ ഓർമ്മിക്കുന്നുണ്ടാവും. എന്റെ പ്രിയതമ, എന്റെ സഹോദരി, എന്റെ ഭാര്യ ചിരിച്ചുകൊണ്ടാണ് സ്വർഗത്തിൽ പോയത്. നിങ്ങൾ ആ ഡെഡ് ബോഡിയിലേക്ക്, ശവശരീരത്തിലേക്കൊന്ന് നോക്കിയേ എന്ന് പറഞ്ഞു. എന്നാൽ ക്യാമറ, ഞാൻ ഓൺലൈനായിട്ടാണ് ഇത് കാണുന്നത്, നിങ്ങൾ കണ്ടു നോക്കി, എനിക്കൊന്നും ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ആ മുഖത്ത് അപ്പോഴും ആ ഒരു ചിരിച്ചുകൊണ്ട് ആ മുഖം എന്ന് നമുക്ക് അപ്പൊ ഫീൽ ചെയ്യും. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സഹോദരിയെ നേരത്തെ കണ്ടിട്ടുള്ള ചിലരൊക്കെ ഇവിടെയുണ്ട്. ഏത് സാഹചര്യത്തിലും പുള്ളിക്കാർ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ, ക്യാൻസർ ആണെന്ന് അറിഞ്ഞതിന് ശേഷവും എന്ത് ഭക്തിയോടെ, എന്ത് പ്രസന്നതയോടുകൂടിയാണ് ആ സഹോദരി ഇടപെടുന്നത് അറിയോ? ഞാൻ ഒരു സഹോദരന്റെ കാര്യം പറഞ്ഞു, സഹോദരിയുടെ കാര്യം പറഞ്ഞു. 2 കുഞ്ഞുങ്ങളുണ്ട്. എല്ലാ ഉദാഹരണങ്ങളും നമുക്ക് എടുക്കുവാനായിട്ട് ഞാൻ സമയം പോരാത്തോണ്ട് ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഏട്ടിലെ പശുവാണെന്നാണ്. അങ്ങനെയൊന്നും അല്ല. ഇതൊക്കെ ജീവന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന, ജീവിതം കൊണ്ട് നയിക്കുന്ന എത്രയോ പേര് നമ്മുടെ മുമ്പാകെ നടന്നു പോകുന്നുണ്ടെന്നറിയോ? അവരൊരു പക്ഷെ പ്രസംഗിക്കുന്നുണ്ടായിരിക്കത്തില്ല, അവരൊക്കെ വലിയ ശുശ്രൂഷകളോ കാണുന്ന രീതിയിലൊന്നും ചെയ്യുന്നുണ്ടാവത്തില്ലായിരിക്കാം. അവരൊക്കെ ഭക്തരായിട്ട്, എത്രയോ ദൈവത്തെ സ്നേഹിക്കുന്നവരായിട്ട് ചന്തോഷത്തോടെ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരാണെന്നറിയോ? ഈ സന്തോഷത്തെക്കുറിച്ച് ദാവീദ് പറയുന്ന എന്താ? സങ്കീർത്തനം 16:11, സാംസ് ചാപ്റ്റർ 16 വേഴ്സ് 11. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. പ്രിയമുള്ളവരെ, വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ അടുത്തൊന്നും നമുക്ക് ചെന്നിരിക്കാനായിട്ട് ഒരു പക്ഷെ നമുക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല. പക്ഷെ ലോകത്തെ സൃഷ്ടിച്ച നമ്മുടെ കർത്താവിന്റെ സന്നിധി ചെന്നിരിക്കുമ്പോണ്ടല്ലോ, അവിടെ പറയുന്ന വാക്യം ദാവീദ് പറയാണ്, നിന്റെ സന്നിധിയിൽ ആ സന്തോഷത്തിന്റെ ആ ലഭ്യത അവൻ എഴുതി ഫലിപ്പിക്കുവാനായിട്ട് ആത്മാവിനാൽ ശ്രമിക്കുക. വലത്തുഭാഗത്ത് പ്രമോദങ്ങളും ഉണ്ടല്ലോ. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ ഈ ക്രിസ്തീയ സന്തോഷം? വിശുദ്ധ ജീവിതത്തിലെ സന്തോഷം നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? സന്തോഷിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? നമുക്ക് അതോർത്ത് പുഞ്ചിരിക്കുവാനായിട്ട്, കൂട്ടു സഹോദരങ്ങളെ കാണുമ്പോൾ ചിരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ? വേറെ ഒരു ജീവിക്കും ചിരിക്കാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടില്ല. ഉണ്ടോ? ചിരിയെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയുമായിരിക്കും, പക്ഷെ കഴിവ് ദൈവം കൊടുത്തിട്ടത് നമുക്ക് അത്ര എന്തിനാ? ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാ. നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ കാണുമ്പോൾ, നമ്മുടെ കൂടെയുള്ളവരെ കാണുമ്പോൾ, ഏത് പ്രതിസന്ധി ഘട്ടമായിക്കോട്ടെ, കർത്താവിന്റെ സന്തോഷം മനസ്സിൽ വച്ചുകൊണ്ട് സന്തോഷിക്കുവാൻ, ചിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പൊതുവെ ബ്രദറുകാരെ കുറിച്ചൊരു കുറ്റമുണ്ട്, എല്ലാവരും മസിൽ പിടുത്തക്കാരാ അല്ലേ? പ്രിയമുള്ളവരെ, നമ്മൾ ചിരിക്കണം. നമ്മുടെ കൂട്ടു സഹോദരന്മാരെ കാണുമ്പോൾ ചിരിക്കണം, സന്തോഷിക്കണം, നമ്മുടെ സന്തോഷം പങ്കുവെക്കണം.
കർത്താവിന്റെ സന്തോഷം പങ്കുവെക്കണം. അതല്ലേ ക്രിസ്തീയ ജീവിതം. എന്തുകൊണ്ടാ ദാവീദ് മറ്റൊരു 51-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, 51:12, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം. സാഹചര്യമാണ് നമുക്കറിയല്ലേ. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ രക്ഷയുടെ സന്തോഷം തനിക്ക് നഷ്ടപ്പെട്ടു. പ്രിയമുള്ളവരെ, നമ്മൾ പാപം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആ രക്ഷയുടെ സന്തോഷം ആസ്വദിക്കാൻ നമുക്ക് കഴിയത്തില്ല. നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ ചിരിക്കണം. അത് വിശുദ്ധ ജീവിതത്തിലെ ഒരു തെളിവാണ്, റിസൾട്ടാണ്. അത് നമ്മൾ ആസ്വദിക്കണം. സന്തോഷിക്കുക എന്നുള്ളത് എല്ലാവരുടെ ആഗ്രഹമല്ലേ. കർത്താവിൽ സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ പൗലോസ് പറയുന്ന വാക്യങ്ങൾ ഫിലിപ്പിലെ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. എന്തുകൊണ്ടാ പൗലോസിന് പറയാൻ പറ്റുക? പൗലോസ് ആ വിശുദ്ധ ജീവിതം, റോമലേഖനം ഒക്കെ നമ്മൾ നോക്കിയല്ലോ, വിശുദ്ധ ജീവിതം നയിച്ച അല്ലെങ്കിൽ നയിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ്. ഞാൻ മുന്നോട്ട് പോകുവാനായിട്ട് പിന്നെയും ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങളോടെ ഒന്ന് വായിക്കാവോ? ഇതിന്റെ അന്തിമ റിസൾട്ട് അവിടെ പറയുന്നുണ്ട്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമുക്ക് മുന്നിൽ വച്ചിരിക്കുന്ന സന്തോഷം, മുറുകെ പറ്റുന്ന പാപമൊക്കെ വിട്ടിട്ട് എന്ത് ചെയ്യണം? മുമ്പിലൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം ലക്ഷ്യം വെച്ച്, ഈ ലോക ജീവിതത്തിൽ മാത്രമല്ല ഈ സന്തോഷമുള്ളത്, നമ്മുടെ മുമ്പിൽ അതിനേക്കാൾ വലിയൊരു സന്തോഷമുണ്ട്. അത് നമ്മൾ കർത്താവിനെ നേരിൽ കാണുമെന്നുള്ള സന്തോഷമാണ്. ഇനി ഞാൻ മത്തായി സുവിശേഷം 25-ാം അധ്യായം 21-ാം വാക്യം, അവിടെ താലന്തുകളുടെ ഉപമ പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 25-ന്റെ 21-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാവോ? അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം. മതി, എന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. പ്രിയമുള്ളവരെ, ഇതിന്റെ ഒരു റിവാർഡുണ്ട്. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ കർത്താവിന്റെ സന്തോഷം നമ്മുടെ ഉള്ളിൽ വസിക്കുകയും നമ്മുടെ സന്തോഷം പൂർണ്ണമാക്കുകയും ചെയ്യുന്നത് മാത്രമല്ല, അങ്ങ് നിത്യതയിൽ ചെല്ലുമ്പോൾ എന്ത് പറ്റുമോ? ആ കർത്താവിന്റെ സന്തോഷത്തിൽ പ്രവേശിക്കുവാൻ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് പറഞ്ഞ് നമ്മെ അതിലേക്ക് പ്രവേശിപ്പിക്കും. നമ്മൾ ആരെങ്കിലും ഇത് സ്വപ്നം കാണാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? കർത്താവിനെ നേരിട്ട് കാണുന്ന ആ സന്ദർഭം കാണാറുണ്ടോ? എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? എന്തായിരിക്കും? എന്റെ ഇത്രയും നാൾ ഞാൻ സ്നേഹിച്ച, എന്നെ ഇത്രയും കരുതിയ സ്നേഹിച്ച ദൈവത്തെ ഞാൻ നേരിട്ട് കാണുമ്പോ, അവന്റെ കൈകളിലേക്ക് ഞാൻ ചെന്നടുക്കുമ്പോ ഉള്ള എന്റെ പ്രതികരണം എന്തായിരിക്കും? പ്രിയമുള്ളവരെ, ആ സന്തോഷത്തിന്റെ ആ ഒരു എന്താ പറയാ, ആ ഒരു ആവേശത്തിലാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകാനുള്ളത്. ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. പ്രിയമുള്ളവരെ, ആ അന്തമായിട്ട് നമ്മുടെ അവസാനം എവിടെയാ? ആ കർത്താവെങ്കിൽ ആ സന്തോഷത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് നമ്മുടെ അവസാനം എന്ന് പറയുന്നത്. ഇനി ഞാൻ ഒരു വാക്യം കൂടെ നമ്മുടെ ധൈര്യത്തിനായിട്ട് ഓർപ്പിക്കാം. നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 10-ാമത്തെ വാക്യം. അനന്തരം അവൻ അവരോട്, നിങ്ങൾ ചെന്ന് മൃഷ്ടാന ഭോജനവും മധുരപാനീയവും കഴിച്ച് തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തയപ്പിൻ. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു. നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവല്ലോ എന്ന് പറഞ്ഞു. മതി, യഹോവയെങ്കിലുള്ള സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ ജീവിതത്തെ കൊണ്ട് എത്ര ക്ലാസ് ഞാൻ പഠിപ്പിച്ചാലും ഞാൻ വിശുദ്ധനൊന്നും ആവത്തില്ല. ഞാനത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ വിശുദ്ധി കൊണ്ട് ഉപയോഗമുള്ളൂ. പക്ഷെ നമ്മുടെ ഊർജ്ജം എവിടെയാ? കർത്താവിന്റെ സന്തോഷമാണ് എൻ്റെ ബലം. പ്രിയമുള്ളവരെ, കർത്താവ് സന്തോഷിക്കുന്ന ഒരു കാര്യമാ ഈ വിശുദ്ധ ജീവിതം. അതാണ് എൻ്റെ ബലം. ആ വിശുദ്ധ ജീവിതം നിങ്ങൾ എത്ര ബൈബിൾ ക്ലാസ് കേട്ടോ, ഞാൻ എത്ര ബൈബിൾ ക്ലാസ്സോ ഇനി എന്തെങ്കിലും സാഹചര്യം അത് ബുക്ക് തന്നെ എഴുതിയെന്ന് വിചാരിച്ചോ, ഞാൻ വിശുദ്ധ ജീവിതം നയിക്കത്തൊന്നുമില്ല. പ്രിയമുള്ളവരെ, വിശുദ്ധ ജീവിതത്തിന് വേണ്ടി അഭ്യാസം ചെയ്ത് കർത്താവിന്റെ സന്തോഷം മനസ്സിലാക്കി ആ സന്തോഷത്തിൽ പ്രവേശിക്കാനുള്ള ആവേശത്തോടെ ജീവിച്ചാൽ മാത്രമേ എനിക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റത്തുള്ളൂ.
ഫോൾസ് ഒക്കെ ഒരുപാട് വരും. ഒരുപാട് തവണ നമ്മൾ വീണു പോവുമായിരിക്കാം. പക്ഷെ വീണുപോയവർ തന്നെയാണ് പ്രിയമുള്ളവരെ വിശ്വാസ വീരന്മാരുടെ പട്ടികയിലും ദൈവം ഇടം കൊടുത്തിട്ടുള്ളത്. നമ്മളെ ആരും കൈവിടാത്ത ദൈവം നമ്മോട്. ഞാൻ അവസാനമായിട്ട് ഒരു ഗാനത്തിന്റെ എല്ലാ സ്റ്റാൻസയും പറ്റുമെങ്കിൽ നമുക്കൊന്ന് പാടാമെന്ന് ഞാൻ വിചാരിക്കും. 384 പാട്ട് പാടി ഞാൻ ഇന്നത്തെ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. 384. കർത്താവിൽ സന്തോഷം അവനെൻ ബലം, പാരിതിൽ പാർക്കുന്ന അവൻ എൻ ബലം, അവൻ എൻ്റെ സങ്കേതം, വിശ്രമം നാൾ തോറും അവൻ എൻ്റെ സർവവുമേ. 384 പാട്ട്. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കും നാളവനൻ ബലം, അവനെന്റെ സങ്കേതം, വിശ്രമം നാൾ തോറും അവനെന്റെ സർവവുമേ. അവനെന്റെ സങ്കേതം, വിശ്രമം നാൾ തോറും അവനെന്റെ സർവവുമേ. പല നാൾ കരുതി ഞാൻ ഏകനെന്ന്, അന്നാളിലവനെന്നോടു ചൊല്ലി. ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു, നിന്നോടു കൂടെയുണ്ട്. ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു, നിന്നോടു കൂടെയുണ്ട്. ബലഹീനനെന്നു ഞാൻ കരുതിയ നാൾ, അന്നാളിലവനെന്നോടു ചൊല്ലി. ശക്തനാക്കുന്നവൻ, ബലം പകരുന്നവൻ, നിന്നോടു കൂടെയുണ്ട്. ശക്തനാക്കുന്നവൻ, ബലം പകരുന്നവൻ, നിന്നോടു കൂടെയുണ്ട്. സ്നേഹിതരില്ലെന്നു കരുതിയ നാൾ, അന്നാളിലവനെന്നോടു ചൊല്ലി. നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചവൻ, നിന്നോടു കൂടെയുണ്ട്. നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചവൻ, നിന്നോടു കൂടെയുണ്ട്. അസാധ്യമെന്നു ഞാൻ കരുതിയ നാൾ, അന്നാളിലവനെന്നോടു ചൊല്ലി. മനുഷ്യനാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ, നിന്നോടു കൂടെയുണ്ട്. മനുഷ്യനാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ, നിന്നോടു കൂടെയുണ്ട്. നിന്നീതനെന്നു ഞാൻ കരുതിയ നാൾ, അന്നാളിലവനെന്നോടു ചൊല്ലി. ക്ഷീണിച്ചു പോകേണ്ട, നിന്നോടു കൂടെയുണ്ട്. ക്ഷീണിച്ചു പോകേണ്ട, നിന്നെ മാനിക്കുന്നു, നിന്നോടു കൂടെയുണ്ട്. നിന്നിതനെന്ന് ഞാൻ കരുതിയതാണ്, അന്നാളിൽ അവൻ എന്നോട് ചൊല്ലി. ക്ഷീണിച്ചു പോകേണ്ട, നിന്നെ മാനിക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. അസാധ്യമെന്ന് കരുതിയതാണ്, സാധിക്കുവാൻ എല്ലാം കഴിയുവാൻ ആ കർത്താവ് എന്നോട് കൂടെ. അനേക തോന്നലുകൾ അവിടെ ആ പാട്ടുകാരൻ പറയുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം ഡിസ്ട്രോയ് ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്വവും അവിടെയുണ്ട്. പ്രിയമുള്ളവരെ,
വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഈ വചനങ്ങളാലും നമ്മുടെ ദൈവം പരിശുദ്ധാത്മാവിനാലും നടത്തുവാൻ നമ്മെ ഇടയാക്കട്ടെ. ഈ വചനങ്ങൾ നിങ്ങൾക്ക് പ്രായോഗികമാകുന്ന അല്ലെങ്കിൽ ആപ്ലിക്കബിൾ ആവുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി എനിക്കും ആപ്ലിക്കബിൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പഠനം, ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.